ഇതിലെല്ലാം നമ്മൾ പച്ചമുളക്, കരിവേപ്പ്, കുരുമുളക്, ഇത്തിരി ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മാവ് ഇതാ കലക്കി വെച്ചാണ്. ഇനി ലേശം അപ്പക്കാരിടുന്നുണ്ട്. അത് നമുക്ക് കലക്കിയെടുക്കാം. നമുക്ക് ഇതായി ചപ്പും കരിവേപ്പും ഒന്നും ഇടണ്ടേ. കൂടെ അതിൽ ചേർത്തി നമുക്കിത് ഉരുളക്കിഴങ്ങിൻ്റെ ബജിയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി ബജിക്കെടുക്കാൻ. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. നമ്മളെ ബജ്ജി ഇവിടെ റെഡിയായി. ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിച്ച് നോക്കുക.